അങ്ങനെ ആനിവേഴ്സറിക്ക് എനിക്കും കിട്ടിയൊരു പൂവൊക്കെ തന്ന് ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. ഞങ്ങൾ ഇരുന്ന് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ചായക്കടയിൽ കയറി ഞങ്ങളൊരു ചായ കുടിച്ചു, ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ച് ഞങ്ങൾ ഇരുന്ന് ആലോചിച്ചു. അങ്ങനെ കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് വിട്ടു. ഫോർട്ട് കൊച്ചി സ്ഥിരം വരുന്ന സ്ഥലമായതുകൊണ്ട് സ്ഥിരമായിട്ട് പോകുന്ന പന്തലിലേക്ക് തന്നെ ആദ്യം ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ സ്ഥിരമായിട്ട് പാട്ട് പാടുന്ന ഒരു പുള്ളിയുണ്ട്. ആ ചേട്ടൻ അവിടെ നിന്ന് പാട്ട് പാടായിരുന്നു. ഞങ്ങൾ കുറച്ചിട്ടതൊക്കെ കണ്ടു തന്നു. ഇന്ന് മൺഡേ ആയത് കാരണം ആദ്യം തിരക്കൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ നല്ല വിശാലമായിട്ട് അവിടെയൊക്കെ നടന്നു കണ്ടു. അവനെ ആദ്യം കണ്ടപ്പോഴേക്കും തന്നേക്ക് സ്ഥലം ആദ്യം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കാനുണ്ടായിരുന്നു. പിന്നെ അവന് നിലത്തോട്ട് ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവനവിടെയൊക്കെ ഓടി നടപ്പായി. അവനെയും കൂട്ടി ഞങ്ങളിവിടെ ആദ്യമായിട്ടോ വരുന്നത്. അവനവിടെ കുറച്ച് ഇങ്ങനെ ആലോചിച്ചൊക്കെ നിന്നു എങ്ങോട്ട് പോകണം എന്നൊക്കെ. അപ്പോഴേക്കും അവൻ കേക്ക് കണ്ടു. അപ്പോൾ അവൻ നേരെ കേക്കിൻ്റെ അവിടെ ചെന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ കൊതിയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും കൊതി. അപ്പോൾ ഞങ്ങളൊരു കേക്ക് മേടിച്ചു. എന്തോ ചോക്ലേറ്റ് ഡ്രീം കേക്കോ അങ്ങനെ എന്തൊരു സാധനം. അങ്ങനെ ഞങ്ങൾ കേക്ക് കഴിച്ചിട്ട് ഒരു മാച്ചയും ഒരു ലാറ്റയും ഓർഡർ ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് മാച്ച കഴിക്കുന്നത്. അതോടുകൂടി എൻ്റെ കൊതി മാറി ഗൈസ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങിയൊക്കെ നിന്നു. അവിടെ കുറേ ആർട്ടൊക്കെ ഉണ്ടായിരുന്നു, കുറേ പെയിൻറ്റിങ്സ്, ആരൊക്കെ ചെയ്ത പെയിൻറ്റിങ്സാണ്. അതൊക്കെ നമ്മളിങ്ങനെ നോക്കി. ഈ സാധനം കണ്ടിട്ട് ഞാൻ ശരിക്കും പേടിച്ചു. ഇത് വാതിലിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നേരെ വെച്ചിരിക്കുന്ന ഇതാണ്. ഇത് കണ്ടപ്പോഴേക്കും എൻ്റെ ഉയിര് പോയി. പിന്നെ ഇതല്ലാതെ വേറെ കുറേ ആർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അവിടെ എന്തോ സ്റ്റെപ്പ് പണി വെച്ചാൽ പിന്നെ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ 2 സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറേ ആർട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ട പെയിൻറ്റിങ്സ് ഒന്നും അല്ലായിരുന്നേ, പുതിയതായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ 2 പൂച്ചേനെ കണ്ടു. അതിനെനിക്ക് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഡിസ്ട്രിക്ട് 7ലേക്ക് പോയി. അവിടെ ഇൻറ്റീരിയേഴ്സൊക്കെ നല്ല രസമാണ്, നല്ല സ്പേഷ്യസ് ആയിരുന്നു. മൺഡേ ആയതുകൊണ്ട് ഇവിടെയും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വിശാലമായിട്ടൊരു ഭക്ഷണം കഴിച്ചു. അവനാണ് ഇത് ഭയങ്കര ഇഷ്ടമായ. അവന് ഓടി നടക്കാനായിട്ട് കുറേ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഓടി നടക്കുമായിരുന്നു. അവനവിടെ കണ്ട് ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഫുഡ് വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്നു. അത് ഞങ്ങളൊരു ഹോട്ട് ചോക്ലേറ്റ് മേടിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ചങ്കരൻ പിന്നെ തെങ്ങുമ്മേ തന്നെ എന്ന് പറയുന്ന പോലെ അവൻ പിന്നെയും കേക്ക് ഷോപ്പിൻ്റെ അടുത്തോട്ട് ചെന്നു. ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അവനവിടെ കൊണ്ട് ആരോടോ തോണ്ടി വിളിച്ചിട്ട് അതെടുത്ത് തരുമെന്ന് പോയി ചോദിച്ചു. അവരെടുത്ത് കൊടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു സ്റ്റീക്കും റൈസോ എന്തൊരു സാധനം മേടിച്ചു. ഞാൻ ഹോട്ട് ചോക്ലേറ്റ് തന്നെ കഴിച്ചു. പിന്നെ എന്തൊരു ഡ്രം സ്റ്റിക്ക് മേടിച്ചു. ഞാനത് ഹോട്ട് ചോക്ലേറ്റും കഴിച്ചു. ഇവർ ഈ സാധനം കഴിച്ചു. അവനും കഴിക്കുന്നുണ്ടായിരുന്നേ. അവന് വെജീസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കുറച്ച് ചിക്കനും കഴിച്ചു. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ആനിവേഴ്സറി ഡേ. പിന്നെ 10 മണിക്ക് എനിക്ക് ജോലിക്ക് കയറേണ്ടതുകൊണ്ട് ഇതോടുകൂടി ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചു വീട്ടിലേക്ക് പോകുന്നു.